എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ നാടൻ പലഹാരമായ പത്തിരി ഉണ്ടയാണ് ഉണ്ടാക്കാൻ പോണത്. പലഹാരത്തിന് വേറെ പേരുണ്ടോന്ന് എനിക്കറിയില്ല. വീട്ടിലൊക്കെ ഇങ്ങനെയാണ് പറയാറ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 3 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, പകുതി സവാള, 1 പച്ചമുളക്, ചെറിയ കഷ്ണം ക്യാരറ്റ്, കുറച്ച് വേപ്പില, ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. സവാള വാടി വരുമ്പോൾ പകുതി തക്കാളി, കുഴഞ്ഞൊന്നും പോണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. തക്കാളി വാടി കഴിയുമ്പോൾ ഒന്ന് സൈഡാക്കിയിട്ട് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് മുട്ട ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മുട്ട ഡ്രൈ ആയതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. പകുതി സവാള ഞാൻ പറഞ്ഞത് ചെറിയ സവാളയിൽ പകുതിയാണ് കേട്ടോ എടുത്തേക്കണേ. വലുതാണെങ്കിൽ 1/4 ഭാഗം എടുത്താൽ മതി. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് മാറ്റി വെക്കാം. 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി. പൊടിയിൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫില്ലിങ്ങിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം പൊടിയിൽ ഉപ്പിടാനായിട്ട്. 1/2 ടീസ്പൂൺ നെയ്യ്, എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കണേ നാളികേരത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് മാവ് നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളം ആവശ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തോളൂ കേട്ടോ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തുട്ടാ. എനിക്ക് വെള്ളം ആവശ്യം വന്ന് ചൂടുവെള്ളം ചേർത്താൽ കുഴച്ചേക്കണം. ഇന്ന് കുറച്ച് മാവ് എടുത്ത് ഓരോ ബോൾസാക്കി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് വെച്ചോളൂ. ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫില്ലിങ് വെക്കുമ്പോൾ ഫില്ലിങ് നല്ലോണം തണുത്തുണ്ടാവണം. ഇത് കറക്റ്റ് റൗണ്ട് ആക്കാം. ഇതുപോലെ മാവ് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് വെച്ച് എല്ലാം ബോൾസാക്കി എടുത്തു. ഇത് മാറ്റി വയ്ക്കാം. ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത നാളികേരത്തിൻ്റെ മിക്സ് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ ബോൾസിലും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും സ്പ്രെഡ് ചെയ്തെടുക്കാം. എല്ലാ ബോൾസിലും നമ്മൾ നാളികേരം സ്പ്രെഡ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ. പലഹാരം റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. കുറേശ്ശെ തണുത്തുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.